ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ നടന്മാരുടെ കറക്ക് കമ്പനിയായ അമ്മ സംഘടന യോഗം ചേർന്ന് മലയാള സിനിമയിൽ യാതൊരു പ്രശ്നമില്ലെന്നും ഒറ്റപ്പെട്ട എന്തെങ്കിലും സംഭവം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതേക്കുറിച്ച് പരാതി കൊടുത്താൽ ഉടനടി അന്വേഷിച്ച് വേണ്ടത് ചെയ്യുമെന്നും പ്രഖ്യാപിച്ചു. സിനിമയിലേക്കാൾ നല്ല നടനാണ് ജീവിതത്തിലെന്ന് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് തെളിയിച്ചു. അതിന് പുറകെ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമൊക്കെ ചില നടികളും സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തകരുമൊക്കെ മുന്നോട്ട് വന്നു. ഞങ്ങൾക്ക് ഇന്നിന്ന രീതിയിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ വലിയ വലിയ അനുഭവങ്ങളുള്ള ആളുകളാരും തന്നെ ഒന്നും മിണ്ടിയില്ല. അവർക്ക് ഇനിയും സിനിമയിൽ തന്നെ തുടരണം, അല്ലെങ്കിൽ സിനിമാ നടന്മാർക്കെതിരായിട്ട് താരരാജാക്കന്മാർക്കെതിരായിട്ട് എന്തെങ്കിലും പ്രതികരിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്ന് അവർക്കറിയാം. ഇവിടെ ഒരു നടിയെ നട റോഡിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി പിന്നീട് പലതരത്തിലുള്ള വൈകൃതങ്ങൾക്കിരയാക്കുകയും അതിൻ്റെ വീഡിയോ പിടിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച സംഭവം നമുക്കറിയാം. അന്ന് പി.ടി. തോമസ് അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രം അതൊരു ക്രിമിനൽ കേസായിട്ട് മാറുകയും നമ്മുടെ ജനപ്രിയ നായകൻ അടക്കമുള്ള ഏതാനും പ്രതികൾ കുറച്ച് ദിവസമെങ്കിലും ജയിലിൽ പോവുകയും അതിൻ്റെ വിചാരണ ഇങ്ങനെ അനന്തമായി നീണ്ടുപോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഒരു പ്രമുഖ നടിയുടെ സ്ഥിതിയെങ്കിൽ ബാക്കിയുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും? പച്ചമരത്തോട് ഇങ്ങനെയെങ്കിൽ ഉണങ്ങിയതിൻ്റെ സ്ഥിതി എന്താവും എന്ന് കർത്താവ് യേശു മിശിഹ ചോദിച്ചത് ഈ സിനിമാക്കാരുടെ കാര്യത്തിലും വളരെ കൃത്യമാണ്. സിനിമാക്കാർക്ക് കോൺഗ്രസിലും സ്വാധീനമുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയിലും സ്വാധീനമുണ്ട്, BJPയിലും നല്ല സ്വാധീനമുണ്ട്. കേരളത്തിലെ ഒരു MLA സിനിമാ നടനാണ്, ഒരു MLA ഒരു സിനിമാ നടൻ മന്ത്രിയാണ്, മറ്റൊരാൾ കേന്ദ്രമന്ത്രിയാണ്. മുമ്പ് ഒരു ഹാസ്യനടൻ, അദ്ദേഹം അമ്മ സംഘടനയുടെ പ്രസിഡൻറ്റും കൂടിയായിരുന്നു. ഞങ്ങളുടെ ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് പാർലമെൻറ്റ് അംഗവുമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ രാഷ്ട്രീയത്തിൽ പിടിപാടുള്ളവരാണ് കേരളത്തിലെ സിനിമാ നടന്മാർ. കേരള മന്ത്രിസഭയിലുണ്ട്, കേന്ദ്ര മന്ത്രിസഭയിലുണ്ട്. സ്വാഭാവികമായിട്ട് ഇവർക്കെതിരായിട്ട് പരാതി പറയാനൊന്നും ആരും ധൈര്യപ്പെടുകയില്ല. ഇനി ആരെങ്കിലും അങ്ങനെ ധൈര്യപ്പെട്ടാൽ അവർക്ക് പിന്നെ അധികം നാൾ ഈ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകാനും പറ്റുകയില്ല. അതുകൊണ്ടാണ് വിജയശ്രീക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, നമ്മുടെ വിഷയം അതല്ല. അങ്ങനെ ഒരുമാതിരി പുകഞ്ഞു നിൽക്കുന്ന സമയത്താണ് അങ്ങ് കൽക്കട്ടയിൽ നിന്നൊരു ആരോപണം വരുന്നത്. അത് നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ ഇടതുപക്ഷ സഹയാത്രികനും സിനിമാ സംവിധായകനുമായ രഞ്ജിത്തിനെതിരായിട്ടാണ്. രഞ്ജിത്ത് വെറും ഒരു സിനിമാ സംവിധായകനല്ല, അദ്ദേഹം കേരള ചലച്ചിത്ര അക്കാദമിയുടെ പ്രസിഡന്റ് കൂടിയാണ്. ആ സ്ഥാനത്തിരുന്നുകൊണ്ട് പലതരം തിരുമാലിത്തരങ്ങൾ നടത്തുന്നതായിട്ട് നേരത്തെ തന്നെ പലരും ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം വിദ്യാർത്ഥികളായിട്ട് വഴക്കുണ്ടാക്കി. അദ്ദേഹം സിനിമാ സംവിധായകൻ വിനയൻ്റെ ചില ചിത്രങ്ങൾക്കെതിരായിട്ട് ലോബിയിങ് നടത്തിയതായിട്ട് ആരോപണമുണ്ടായി. ആരോപണമല്ല, അത് ഏറെക്കുറെ തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷവും ആ രംഗത്ത് പിടിച്ചു നിൽക്കുന്ന ആളാണ്. ആ പാർട്ടിയിലുള്ള സ്വാധീനമാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് ഇരുത്തിയിട്ടുള്ളത്. ആരാണ് ഇദ്ദേഹത്തിൻ്റെ ഡോഗ് ഫാദർ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവ് ഒന്നേ ഉള്ളൂ. നമ്മുടെ മരാമത്ത് മന്ത്രിയും മുഖ്യൻ്റെ മരുമകനുമായ മുഹമ്മദ് റിയാസാണ്. റിയാസ് സാറാണ് ഇദ്ദേഹത്തെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ പുറകിൽ വലിയ ഗൂഢാലോചനയുണ്ട്. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്, CPMൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ മത്സരിക്കാൻ വേണ്ടി വന്ന ആളാണ് സഖാവ് രഞ്ജിത്ത്. ഇദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും പ്രതിലോമകരമായിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതാണ്. അത് മായാമയൂറാണെങ്കിലും ശരിയാണ്, രാവണപ്രഭു ആണെങ്കിലും ശരിയാണ്, ഏതാണെങ്കിലും ശരിയാണ്. പ്രോഗ്രസീവായിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒറ്റ സിനിമയും പുള്ളി ഇന്നവരെ കൺസീവ് ചെയ്തിട്ടില്ല, ഡയറക്റ്റ് ചെയ്തിട്ടില്ല. പുള്ളിക്ക് തിരക്കഥ എഴുതാനും പറ്റിയിട്ടില്ല. അത്രയും പ്രതിലോമകാരിയാണ്, പരമ പിന്തിരിപ്പനാണ്. ഇങ്ങനെ ഒരാളെങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി കോഴിക്കോട്ട് കച്ചകെട്ടി വന്നു എന്ന് ചോദിച്ചാൽ, കോഴിക്കോട് നോർത്തിലെ സിറ്റിംഗ് MLA കഴിഞ്ഞ 15 കൊല്ലമായിട്ട് അവിടെ ഉണ്ടായിരുന്നത് പ്രദീപ് കുമാർ എന്ന് പറഞ്ഞ പ്രഗത്ഭനാണ്. പ്രദീപ് കുമാറിനെ കടയോടുകൂടി വലിച്ചു പറിച്ച് കളയണം എന്ന് മുഖ്യൻ്റെ മരുമകൻ തീരുമാനിച്ചു. അതിന് വേറെ കാരണമുണ്ട്. കാരണം പ്രദീപ് കുമാർ 3 തവണ ജയിച്ച ആളാണ്. ഒന്നുകൂടി അവിടെ നിന്ന് ജയിച്ചാൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്തേക്ക് ശക്തമായ ക്ലെയിം ഉണ്ടാവും. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ജയിച്ചു വരുന്ന മുഹമ്മദ് റിയാസിന് മന്ത്രിയാകുന്നതിനോട് തടസ്സമായിട്ട് ഈ പ്രദീപ് കുമാർ നിൽക്കും എന്ന് മനസ്സിലായതുകൊണ്ട് പ്രദീപ് കുമാറിനെ തട്ടാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ 2 തവണയിൽ കൂടുതൽ ഒരു സീറ്റിൽ നിന്ന് ജയിച്ചവർക്ക് 3ാമത് മത്സരിക്കാൻ അവസരം കൊടുക്കേണ്ടതില്ല എന്നൊരു നയപരമായ തീരുമാനം കാരണഭൂതം കൈക്കൊണ്ടത്. പ്രദീപ് കുമാർ അടക്കം മറ്റ് പലർക്ക് സീറ്റ് നഷ്ടപ്പെട്ടു. KV അബ്ദുൽ ഖാദർ, അതുപോലെ S ശർമ്മ, പിന്നെ നമ്മുടെ സുരേഷ് കുറുപ്പ്, രാജു എബ്രഹാം, ഇവരൊക്കെ അങ്ങനെ തട്ടിപ്പോയവരാണ്.
അപ്പോൾ പ്രദീപ് കുമാറിനെ പറഞ്ഞു വിടുമ്പോൾ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത് രഞ്ജിത്തിനെ. പക്ഷേ രഞ്ജിത്തിൻ്റെ കയ്യിലിരിപ്പ് ഇന്നതാണ് എന്ന ഇനത്തിൽ ഒരു വലിയ ചർച്ച ഉണ്ടാകുകയും അതേ തുടർന്ന് അദ്ദേഹത്തിനോട് മത്സരിക്കാൻ പറ്റാതെ വരികയും ചെയ്തു. അതിന് സമാശ്വാസ സമ്മാനമായിട്ടാണ് ചലച്ചിത്ര അക്കാദമിയിൽ അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചത്. അപ്പോൾ റൂട്ട് വ്യക്തമായല്ലോ, ആരാണ് ഇദ്ദേഹത്തിൻ്റെ ഡോഗ് ഫാദർ എന്ന് മനസ്സിലായല്ലോ. അങ്ങനെയുള്ള ഒരു മഹാൻ, അപ്പോൾ പുള്ളിക്ക് ഒന്നും പേടിക്കേണ്ടതില്ല. ഇനിയിപ്പോൾ എത്ര വലിയ പീഡനം നടത്തിയാലും, ബംഗാളി നടിയല്ല, ഒഡീഷ നടിയായാലും ശരിയാണ്, അതല്ല മറാഠി നടിയാണെങ്കിലും ശരിയാണ്, മൂപ്പർക്ക് പേടിക്കേണ്ടതില്ല. മാത്രമല്ല നമ്മുടെ സാംസ്കാരിക മന്ത്രി പറഞ്ഞിട്ടു ഇദ്ദേഹം വലിയ 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 സത്യജിത്രയേക്കാൾ വലിയ ഒരു ചലച്ചിത്രകാരനാണെന്നും ഇതുപോലൊരു മഹാനെതിരായിട്ട് ആരോപണം ഉന്നയിച്ചാൽ അത് നിലനിൽക്കുകയില്ലെന്നും ഇദ്ദേഹത്തിൻ്റെ മഹത്വത്തിനനുസരിച്ചിട്ടാണ് ആരോപണത്തിൻ്റെ കാഠിന്യമെന്നും അയാൾക്ക് പറയുന്നത് കേട്ടു. കാരണം സാംസ്കാരിക മന്ത്രിക്ക് ആട്ടിൻകാട്ടവും കാപ്പിക്കുരുവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുകയില്ല. സംസ്കാരമില്ലാത്തവൻ സാംസ്കാരിക മന്ത്രി, വിദ്യാഭ്യാസം ഇല്ലാത്തവൻ വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ കേരളത്തിൻ്റെ ഒരു വലിയ സവിശേഷത. അതുകൊണ്ടാണ് നമ്മളിതിനെ നമ്പർ 1 കേരളം എന്ന് പറയുന്നത്. ഈ സാംസ്കാരികമെന്ന് വെച്ചാൽ കുന്തമാണോ കുടച്ചക്രമാണോ എന്നറിയാൻ പാടാത്തവനാണ് കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധി നിലവാരം അനുസരിച്ച് മാത്രമേ പുള്ളിക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ. സാംസ്കാരിക മന്ത്രി നോക്കിയപ്പോൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ആൾ കാരണഭൂതനാണ്. കാരണഭൂതൻ കഴിഞ്ഞാൽ പിന്നെ മരുമോനാണ്. അവർ രണ്ടുപേരുടെ ആശ്രിതനാണ്, പാർശ്വവർത്തിയാണ് ആര്? ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത്. അപ്പോൾ രഞ്ജിത്ത് ആ സ്ഥാനത്ത് തുടരേണ്ട ആരുടെ ആവശ്യമാണ്? സാംസ്കാരിക മന്ത്രിയുടെ ആവശ്യമാണ്. അല്ലെങ്കിൽ പിന്നെ സാംസ്കാരിക മന്ത്രിക്ക് പിറ്റേ ദിവസം അവിടെ കസേര ഉണ്ടാവില്ല, പിന്നെ സർവാണിക്കായിരിക്കും സദ്യ. അതുകൊണ്ട് സാംസ്കാരിക മന്ത്രി എന്ത് നിലപാടെടുത്തു? രഞ്ജിത്ത് ഇപ്പോൾ പീഡിപ്പിച്ചാൽ എന്താണ്? ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ പീഡനം സഹിച്ചോളണം, അതാണ് പാർട്ടി നയം. ഇത് പീഡനം ഏതാണ്? തീവ്രത കുറഞ്ഞ പീഡനമാണ്. ഇതിൻ്റെ തീവ്രത പഠിക്കാനായിട്ട് പാർട്ടി ഒരു 2 അംഗ കമ്മീഷൻ വയ്ക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതിരിക്കുന്ന ബാലൻ മുൻ മന്ത്രിക്കും നമ്മുടെ ശ്രീമതി ടീച്ചർക്കും ഒരു പണിയാവും. ആ ഒരു ബംഗാളിൽ പോയി ഈ നടിയെ കണ്ട് ഇതിൻ്റെ തീവ്രത എങ്ങനെ ഉണ്ടായിരുന്നു അന്വേഷിക്കും. എന്നിട്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രഞ്ജിത്തിന് ഒരു കടലാസ് കൊടുക്കും. അപ്പോഴത്തേക്കും ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലാവധി കഴിയും, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ്റെ കാലാവധിയും കഴിയും. അങ്ങനെ ഇദ്ദേഹത്തിന് സമാധാനമായിട്ട് തടിയൂരി പോയി. ഇതാണ് സജി ചെറിയാൻ്റെ ഐഡിയ. എന്തൊരു ഐഡിയ എന്ന് ആലോചിച്ച് നോക്കും. ഇത്രയും ആശയസമ്പന്നനായ, ഇത്രയും പണ്ഡിതനായ ഒരു സാംസ്കാരിക മന്ത്രി കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ TN ജേക്കബ് ഉണ്ടായിട്ടുണ്ട്, MA ബേബി ഉണ്ടായിട്ടുണ്ട്, AK ബാലൻ വരെ ഉണ്ടായിട്ടുണ്ട് സാംസ്കാരിക വകുപ്പിൽ. പക്ഷേ സജി ചെറിയാനെ പോലൊരു പ്രതിഭ സത്യം പറഞ്ഞതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. സജി ചെറിയാൻ അറിയാം ആരെ തൊഴണം, ആരുടെ കാല് പിടിക്കണം, ആരുടെ ആസനം താങ്ങണം, എങ്ങനെ മന്ത്രിസ്ഥാനത്ത് തുടരാൻ കഴിയണം എന്നൊക്കെ. അതുകൊണ്ട് അദ്ദേഹത്തെ പോലുള്ളൊരു വിജയിക്കും. പുള്ളി മധ്യതിരുവാങ്കൂറുകാരനാണ്. ആ ഭാഗത്തുള്ള ആളുകൾ പൊതുവെ ഈ വഴിക്കൊക്കെ മിടുക്കും പ്രാപ്തിയുള്ളവരാണെന്നാണ് ശത്രുക്കൾ പറയുന്നത്. എനിക്കങ്ങനെ അഭിപ്രായമില്ല. പക്ഷേ സജി ചെറിയാൻ ഒരു അത്യുന്നത അത്യത്ഭുത പ്രതിഭാശാലിയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. അപ്പോൾ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയിൽ കാൽപ്പാന്ത കാലത്തോളം ഇരിക്കട്ടെ. അദ്ദേഹത്തെ കേരള സത്യജിത്രായി എന്നോ അല്ലെങ്കിൽ കേരള പുഡോവ്കിൻ എന്നോ കേരള ഐസൻസ്റ്റീൻ എന്നൊക്കെ വിളിക്കുന്ന കാലം വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ കേരള സർക്കാർ ഇടയ്ക്കിടയ്ക്ക് കൊല്ലം ചില അവാർഡുകളുണ്ട്. കേരളശ്രീ, കേരള ജ്യോതി, അതുപോലെ എന്തെങ്കിലും ഇദ്ദേഹത്തിന് കൊടുക്കുക. പ്രഭാവർമ്മയോട് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള സാധനം പറഞ്ഞു തരും. അപ്പോൾ സഖാവ് രഞ്ജിത്തിനും സഖാവ് സജി ചെറിയാനും രണ്ടുപേരുടെ മേലാവായിട്ടുള്ള സഖാവ് മുഹമ്മദ് റിയാസിനും വിപ്ലവാഭിവാദ്യങ്ങൾ, ആശംസകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.